അമേരിക്കൻ നഗരങ്ങൾ ഒന്നൊന്നായി കാട്ടുതീയിൽ എരിഞ്ഞമരുകയാണ്. കാലിഫോർണിയയ്ക്കും ലോസ് ആഞ്ചൽസിനും പിന്നാലെ ഇപ്പോഴിതാ ന്യൂയോർക്കിലേക്കും തീ ആളിപ്പടർന്നിരിക്കുന്നുവെന്ന വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. ന്യൂയോർക്കിലെ ബ്രോൺസിലെ 6 നിലയുള്ള അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലാണിപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഇവിടെയുണ്ടായ തീപിടുത്തത്തിൽ ഇതുവരെ 5 പേർ മരിക്കുകയും 12 പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തകരായ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് പരിക്കേറ്റവരിൽ 5 പേരും. സമീപത്തുള്ള അപ്പാർട്ട്മെന്റുകളിലേക്ക് തീ പടരാതിരിക്കാൻ കഠിനമായ പരിശ്രമത്തിലാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങളെന്നാണ് ന്യൂയോർക്ക് നഗരകാര്യ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. 200-ലധികം ആളുകളെയാണിപ്പോൾ അപ്പാർട്ട്മെന്റിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പലരും സുരക്ഷിതമായ ഇടങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലാണ്. ശക്തമായി വീശുന്ന കാറ്റ് തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങളെ വിഫലമാക്കുന്നു. തീപിടുത്തത്തിന്റെ തോത് ഓരോ ഘട്ടമായാണ് അമേരിക്ക കണക്കാക്കുന്നത്. അതിൽ ഏറ്റവും ശക്തമായ 5-ാം ഘട്ടത്തിലാണ് ഇവിടെ തീ പടർന്നിരിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണമെന്തെന്ന് ഇതുവരെയും വ്യക്തമല്ല. വരണ്ട കാലാവസ്ഥയും ഉഷ്ണക്കാറ്റും ഉണങ്ങിയ മരങ്ങളുമെല്ലാം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തീ ആളിപ്പടരുന്നതിന് കാരണമാകുന്നു. കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ് എന്നീ നഗരങ്ങളെ നേരത്തെ തന്നെ കാട്ടുതീ നാമാവശേഷമാക്കിയിരുന്നു. ജനുവരി 7-നാണ് അമേരിക്കയിൽ കാട്ടുതീ ഉടലെടുത്തത്. കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ് എന്നീ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നേരത്തെ തന്നെ കാട്ടുതീ നാമാവശേഷമാക്കിയിരുന്നു. ജനുവരി 7-നാണ് അമേരിക്കയിൽ കാട്ടുതീ ഉടലെടുത്തത്. കാട്ടുതീ ആരംഭിച്ച് ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സാങ്കേതികതയിൽ മുൻനിരയിൽ നിൽക്കുന്ന അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ ഇത്തരമൊരു കഴിവില്ലായ്മയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് തീപിടുത്തം മാറിയതിൽ രാജ്യത്തിനുള്ളിൽ തന്നെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. കനത്ത നാശനഷ്ടമാണ് കാട്ടുതീ അമേരിക്കയിൽ വിതച്ചിരിക്കുന്നത്. നിരവധി വീടുകൾ, സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, വ്യവസായശാലകൾ എന്നിവയെല്ലാം തീയിൽ എരിഞ്ഞടങ്ങി. തീ ആളിപ്പടരുന്ന ഭാഗങ്ങളിൽ യാതൊന്നും അവശേഷിക്കുന്നില്ല. 30,000 ഏക്കറിലധികം തീ ആളിപ്പടർന്നു കഴിഞ്ഞു. അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരഭാഗം, ഹോളിവുഡ് താരങ്ങളുടെയും പോപ്പ് ഗായകരുടെയും വാസകേന്ദ്രമായ ഹോളിവുഡ് ഹിൽസ് ഉൾപ്പെടെ കാട്ടുതീക്കിരയായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. പല ഹോളിവുഡ് താരങ്ങളുടെയും ആഡംബര ഭവനങ്ങൾ നശിച്ചു. തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുകയാണ്. മുൻ വർഷങ്ങളിലും കാട്ടുതീ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാശങ്ങളുടെ കണക്കിൽ മുൻ വർഷങ്ങളിൽ നിന്നും വളരെ മോശമാണ് ഇപ്പോഴത്തെ കാട്ടുതീ. ഇനിയും തീ നിയന്ത്രിക്കാനായില്ലെങ്കിൽ അത് വളരെ മോശം അവസ്ഥയിലേക്കാകും അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കുന്നത്.